ഓവൻ ഇല്ലാതെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. മൈദ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സാണിത്. ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിൽ 4 മുട്ടൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ പതിപ്പിച്ചെടുക്കണം. ഒന്ന് പതിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml ആണ് പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം നമുക്ക് ഈ എഗ് വൈറ്റിലേക്ക് ഇട്ടിട്ട് ക്രീം പോലെ ആക്കിയെടുക്കാം. എന്നിട്ടിത് ക്രീം പോലെ ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ക്രീം പോലെ ആയി വരട്ടെ. ഇതിപ്പോൾ ഇവിടെ ക്രീം പോലെ ആയി വന്നിട്ടുണ്ട്. മീഡിയം സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാൻ. ഇനി ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുട്ടേൻ്റെ വെള്ളം നല്ല പോലെ പതിപ്പിച്ച് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മുട്ടയുടെ മഞ്ഞ നമുക്കൊരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ്. അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമല്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 120 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 60 ml പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് പതിപ്പിച്ചെടുത്തത് ഇതിലേക്ക് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക, അതായത് ഇളക്കേണ്ട ആവശ്യമല്ല. കാരണം ഇതൊക്കെ ഒന്ന് പതിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ കൂടുതൽ നമ്മളിട്ട് ബീറ്റ് ഇളക്കി ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ വൈറ്റ് ഒന്ന് അമർന്നു പോവും. അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ചി ആവില്ല, പിന്നെ നല്ലപോലെ പൊങ്ങിയും വരില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യേണ്ടത് ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചായപാത്രമാണ്. ഇതിൽ നമ്മൾ ബട്ടർ ഒന്ന് തടവി കൊടുക്കണം. കുറച്ച് ബട്ടർ എടുത്തിട്ട് ഈ പാനിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ ഒരു പഴയ പാന് സ്റ്റൗവിൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 5 മിനിറ്റ് നല്ല പോലെ ചൂടായിട്ടുള്ള പാനാണിത്. ഈ പാനിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 40 to 45 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ തന്നെ കേക്ക് ബേക്ക് ആയിക്കോളും. പിന്നെ ഡയറക്റ്റായി തീ കിട്ടുന്ന രീതിയിൽ, അതായത് അടിയിൽ പാനൊന്നും വെക്കാതെ പാത്രം വെച്ച് കൊടുക്കരുത്, കേക്ക് കരിഞ്ഞു പോവും. അപ്പോൾ ഇവിടെ കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായൊന്ന് നോക്കാം. ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കൊക്കെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും, അതായത് സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ബേക്കായി എന്നാണ് അർത്ഥം. ഒന്ന് ചൂടാറിയിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചൂടാറാനായിട്ട് നമുക്കൊരു വയർ റാക്കിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിന് മുകളിലത്തെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഇനി ബീറ്ററും ഓവൺ ഇല്ലാതെയും സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അതിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയും ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.